2000-ൽ പുറത്തിറങ്ങിയ ബിജു മേനോൻ സംയുക്ത വർമ്മ ചിത്രമായ മധുരനൊമ്പരക്കാറ്റിലെ ദ്വാദശിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രീകരിച്ച ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. മംഗലാപുരത്ത് നിന്നും ഏകദേശം 32 കിലോമീറ്റർ മാറി മൂഡബിദ്രി എന്ന ചെറിയ പട്ടണത്തിലാണ് ഈ ക്ഷേത്രം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ത്രിഭുവന തിലക ചൂടാമണി എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. 1000 പില്ലർ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. കന്നഡയിൽ സാവിര കമ്പത ബസതി എന്നറിയപ്പെടുന്നു. ജെയിൻ വാരണാസി എന്നറിയപ്പെടുന്ന മൂഡബിദ്രിയിൽ ഏകദേശം 18ഓളം ജൈനക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജൈനക്ഷേത്രമാണ് 1000 പില്ലർ ടെമ്പിൾ. 1430-ൽ വിജയനഗര രാജാവായിരുന്ന ദേവരാജ വോഡയാറാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഏകദേശം 31 വർഷത്തോളം വേണ്ടി വന്നു ക്ഷേത്രം പണി പൂർത്തീകരിക്കാൻ. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. ഈ വാതിലുകൾ പൂർണ്ണമായും മരത്തിൽ കൊത്തിയെടുത്തതാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 60 അടി ഉയരമുള്ള മഹാസ്തംഭം കാണാം. ക്ഷേത്രത്തിന് 3 നിലകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ നില പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2, 3 നിലകൾ നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലും മരവും ഉപയോഗിച്ചാണ്. ക്ഷേത്രത്തിന്റെ പേര് 1000 പില്ലർ ടെമ്പിൾ എന്നാണ്. ഈ പേരിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അതെ, 1000 തൂണുകളാണ് ക്ഷേത്രത്തിലുള്ളത്. ഇതിൽ 1000 തൂണുകളും വ്യത്യസ്തരാണ്. ചെറുതും വലുതുമായ 1000 പില്ലേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ 1000 പില്ലേഴ്സും വ്യത്യസ്തരാണെന്ന് പറഞ്ഞു. അതെ, ഈ പില്ലേഴ്സിലൊക്കെ കാർവ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഒരു പില്ലറിലുള്ള ഡിസൈൻ ആയിരിക്കില്ല അടുത്ത പില്ലറിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ 1000 പില്ലേഴ്സും യുണീക്ക് ആയത്. നേപ്പാളി വാസ്തുവിദ്യ പ്രകാരമാണ് പില്ലേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന കാല കലയും സംസ്കാരവും മനോഹരമായിട്ടാണ് ഓരോ പില്ലേഴ്സിലും കൊത്തിവെച്ചിരിക്കുന്നത്. ഏകദേശം 594 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ജൈന മഹാക്ഷേത്രത്തിന്. എന്നിരുന്നാലും ഒരുപാട് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് പ്രൗഢിയോടുകൂടി തന്നെയാണ് ക്ഷേത്രം ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രധാനമായും 7 മണ്ഡപങ്ങളാണുള്ളത്. ഈ 7 മണ്ഡപങ്ങളും വിജയനഗര ശൈലിയിലാണ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ തൂണുകൾ മാത്രമാണ് നേപ്പാളി വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചത്. ജൈനമതത്തിലെ 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭുവിന്റെ 8 അടി ഉയരമുള്ള പഞ്ചലോഹ വിഗ്രഹം ക്ഷേത്രത്തിൽ കാണാം. മൂഡബിദ്രിയിലെ മറ്റു ജൈനക്ഷേത്രങ്ങളിൽ നിന്നും 1000 പില്ലർ ടെമ്പിളിനെ വ്യത്യസ്തമാക്കുന്ന ഒന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ അതിമനോഹരമായി വളരെ വ്യത്യസ്തമായി ചെത്തുകല്ലാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഏകദേശം 3-4 തവണ ക്ഷേത്രം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ക്ഷേത്രത്തിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷവും മനോഹരമായ വാസ്തുവിദ്യയുമാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഫ്രീ അല്ല. 5 രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത്. പ്രവേശന സമയം രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പ്രത്യേകം ചാർജ് ഈടാക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് 100 രൂപയും വീഡിയോഗ്രാഫിക്ക് 200 രൂപയാണ് വാങ്ങുന്നത്. മൊബൈൽ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പൈസ കൊടുക്കണം. മംഗലാപുരത്ത് നിന്നും ഏകദേശം 32 കിലോമീറ്റർ ആണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ട്രെയിൻ വഴിയാണ് വരുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരത്ത് തന്നെയാണ്.
ഇനി ഫ്ലൈറ്റ് വഴിയാണ് വരുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള എയർപോർട്ട് മാംഗ്ലൂരാണ്. മംഗലാപുരത്ത് എത്തിയ ശേഷം ബസ് വഴി മൂഡബിദ്രി സ്റ്റാൻഡിലേക്ക് വരിക. മൂഡബിദ്രി സ്റ്റാൻഡിൽ നിന്ന് തൗസൻഡ് ടെമ്പിളിലേക്ക് ഏകദേശം 1.1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. നടന്നു വരാൻ പറ്റുന്ന ഡിസ്റ്റൻസ് തന്നെയാണുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും തൗസൻഡ് ടെമ്പിളിലേക്ക് മൂഡബിദ്രി സ്റ്റാൻഡിൽ നിന്ന് എത്താൻ സാധിക്കും. ട്രെയിൻ വഴി മൂകാംബികയിൽ നിന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് വരുന്നവർക്ക് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കാർക്കള വഴി മൂഡബിദ്രിയിലേക്ക് എത്താം. ഇനി റോഡ് മാർഗമാണ് മൂകാംബികയിൽ നിന്ന് തിരിച്ചു വരുന്നതെങ്കിലും ഇതേപോലെ മൂഡബിദ്രിയിലേക്ക് ഈസി ആയിട്ട് എത്താം. ഇതൊന്നും കൂടാണ്ട് മംഗലാപുരത്ത് നിന്നും ബൈക്കോ അല്ലെങ്കിൽ കാറോ റെന്റിന് എടുത്തിട്ടാണെങ്കിലും മൂഡബിദ്രിയിലേക്ക് റോഡ് വഴി എത്താൻ വേണ്ടി പറ്റും. അഞ്ഞൂറ്റി 94 വർഷത്തെ പഴക്കമുള്ള ഈ ഒരു ജൈന മഹാക്ഷേത്രം ഇന്നും വളരെ മനോഹരമായാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഒരുപാട് കന്നഡ, മലയാളം, തമിഴ് സിനിമകൾ ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ദ്വാദശിയിൽ എന്ന് തുടങ്ങുന്ന സോങ് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. പ്രധാനമായും ക്ഷേത്രത്തിലെ മണ്ഡപവും ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. സൗത്ത് ഇന്ത്യയിൽ ജൈനമതം എത്രത്തോളം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് മൂഡബിദ്രിയിലെ മാത്രം ജൈനക്ഷേത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 18ഓളം ജൈനക്ഷേത്രങ്ങളാണ് മൂഡബിദ്രിയിലുള്ളത്. ഈ 18 ജൈന മഹാക്ഷേത്രങ്ങളിലും ഏറ്റവും വലിയ ക്ഷേത്രവും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവുമാണ് തൗസൻഡ് പില്ലർ ടെമ്പിൾ. പതിനെട്ട് ജൈന ക്ഷേത്രങ്ങൾ ഉള്ളത് കൊണ്ടാവാം മൂഡബിദ്രിയെ ജൈൻ കാശി ഓഫ് സൗത്ത്, ജൈൻ വാരണാസി എന്നൊക്കെ വിളിക്കുന്നത്. പുരാതന ഭാരതത്തിന്റെ കലയും സംസ്കാരവും ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം ശേഷിപ്പുകൾ. മൂഡബിദ്രിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഈ കാണുന്നത് മൂഡബിദ്രിയിലെ 18 ജൈന മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജൈന ക്ഷേത്രമാണ്. ഇതുകൂടാണ്ട് വേറെയും ക്ഷേത്രങ്ങൾ മൂഡബിദ്രി ടൗണിലുണ്ട്. മൂഡബിദ്രി ടൗണിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.